പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്ങാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിനായി തീരട്ടെ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരണമെന്നുള്ള ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതേ നിലയിൽ ഇതാ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നാം എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരണം. ആ നിലയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഈ പ്രഭാതത്തിൽ വലിയൊരു തീരുമാനത്തോടെ, വലിയൊരു സമർപ്പണത്തോടെ, വലിയൊരു പ്രാർത്ഥനയോടെ, കർത്താവെ, ഞാൻ ആയിരിക്കുന്ന എല്ലായിടത്തും കർത്താവെ എന്നിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെട്ട് വരണം, ഞാൻ അങ്ങയുടെ സാക്ഷ്യമായി തീരേണ്ടതിനായിട്ട്. അല്ലെങ്കിൽ നിരാശപ്പെട്ട് നിൽക്കുന്നവർ, ഭാരപ്പെട്ട് നിൽക്കുന്നവർ, മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലെന്ന് പറയുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അങ്ങനെ വിളിച്ചിരിക്കുന്നതിനായി നന്ദി. ആ തലത്തിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മൾ അടുത്തൊരു വചനം ചിന്തിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മെ സൃഷ്ടിച്ചതും നമ്മെ നിർമ്മിച്ചതും നമ്മെ വിളിച്ചതും അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ തന്നെ ഒരുമിച്ചൊന്ന് പറയണം, കർത്താവെ, അങ്ങനെ വിളിച്ചത് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഒരുമിച്ചൊന്ന് പറയണം, കർത്താവെ, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ ദിവസവും എന്നിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ആ നിലയിൽ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളും ഓരോ ദിവസവും ദൈവിക സാക്ഷ്യത്തിലൂടെ, ദൈവിക നന്മയിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഈ ഭൂമിയിൽ നാം ഓരോ ദിവസവും ജീവിക്കുമ്പോഴും നമ്മിൽ വെളിപ്പെടുന്ന ഫലത്താൽ, നമ്മിൽ വെളിപ്പെടുന്ന സാക്ഷ്യത്താൽ പിതാവ് മഹത്വപ്പെടുകയാണ്. ആ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ആരൊക്കെയോ എൻ്റെ കൂടെ ചേർന്ന് പറയുന്നു, ഈ മഹത്വം എങ്ങനെയാണ് എന്നിൽ വെളിപ്പെടുന്നത്? നിങ്ങൾ സത്യം തിരിച്ചറിയണം. എന്നെയും നിങ്ങളെയും ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ വിളിച്ചിരിക്കുകയാണ്. നമ്മെ പേര് ചൊല്ലി വിളിച്ച് നമ്മെ മഹത്വത്തിനായി വേർതിരിച്ചിരിക്കുന്നവരാണ്. ആ തലത്തിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ മഹത്വത്തിന് വേണ്ടി അവൻ ചിലത് മുൻനിയമിച്ചിരിക്കുന്നുണ്ട്. ആ മുൻനിയമിച്ചത് എങ്ങനെ വെളിപ്പെടണമെന്നും ആ മുൻനിയമിച്ചത് എന്താണെന്നുള്ളതും തിരിച്ചറിയാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ലോകസൃഷ്ടിക്ക് മുമ്പേ എൻ്റെ തേജസ്സിന് വേണ്ടി ദൈവം ചിലത് മുന്നൊരുക്കിയിട്ടുണ്ട്.
അത് മറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വചനം പറഞ്ഞുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നത്. ലോകസ്ഥാപനത്തിനു മുമ്പേ, ലോക സൃഷ്ടിക്ക് മുമ്പേ എന്നെ കണ്ട കർത്താവ് എൻ്റെ തേജസ്സിന് വേണ്ടി, എൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചിലത് മുന്നൊരുക്കിയിട്ടുണ്ട്. ആ മുന്നൊരുക്കിയിരിക്കുന്നതിനെ നിങ്ങൾ വചനത്തിലൂടെ, ആരാധനയിലൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയും. ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ആരാധനയിൽ, നമ്മുടെ നന്ദി പറച്ചിൽ, നമ്മുടെ സ്തോത്രത്തിനകത്ത് അത് വെളിപ്പെടുകയാണ്. കാരണം 50-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഇവിടെ 2 വലിയ ആഴങ്ങളാണ് പറയുന്നത്. ഒന്ന്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 2, ജീവിതം ക്രമപ്പെടുത്തുന്നവന് രക്ഷയുടെ വലിപ്പത്തെ ദൈവം കാണിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഒരുമിച്ചൊന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഇന്നു മുതൽ നമ്മൾ നന്ദിയുള്ളവരായി തീരുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടാൻ പോകുകയാണ്. ആ ക്രമത്തിൽ അസാധാരണമായ ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടാൻ പോകുന്നു. ആ തലത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഒറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുൾപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഈ 1 പത്രോസ് 4-ന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള വാക്യമായിട്ടാണ് ആദ്യം കാണുന്നത്. അത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുൾപ്പാട് പ്രസ്താവിക്കുന്നു, ശുശ്രൂഷിക്കുന്നവൻ അവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവൻ ശുശ്രൂഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വം എടുക്കട്ടെ എന്നാണ് വ്യക്തമായി പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഇതാ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ പ്രഭാതം മുതൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനുള്ളതാണ്. അങ്ങയുടെ രാജ്യത്തിൻ്റെ വർധനവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ അപ്പ. ഞങ്ങൾ ഇന്നു മുതൽ നിരാശപ്പെടാതെ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ. ഉയർന്ന തലങ്ങൾ ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിലേക്കും കൂടെ ഈ യൂട്യൂബ് ലിങ്കുകൾ കൈമാറണമെന്ന് ഓർപ്പിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ഞാനും അത് വിശ്വസിക്കുന്നു. ഈ വർഷം ദൈവത്തിൻ്റെ മഹത്വമാണ്. അങ്ങനെ അത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഒരുമിച്ചൊന്ന് ദൈവമഹത്വത്തിനായി നമുക്ക് എഴുന്നേക്കാം. പ്രിയരെ, വലിയത് പ്രതീക്ഷിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.